ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ ഉൾക്കടലിലും ഇറാൻ സൈനിക അഭ്യാസവും സൈനിക പരിശീലനം നടത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 21, 22 തീയതികളിലാണ് ഈ സംഭവം നടന്നത് എങ്കിലും വാർത്താ പ്രാധാന്യം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധമുനമ്പിൽ ഇറാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രാക്ടിക്കൽ അവിടെ നടത്തിയതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചാണ് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അപ്രതീക്ഷിതമായിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ചില മിസൈലുകളുടെ പ്രദർശനവും പരിശോധനയും പരീക്ഷണവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സുസ്ഥിര പവർ 1404 എന്ന പേര് വിളിച്ചിട്ടാണ് ഈ അഭ്യാസം നടത്തിയത്. ഇറാൻ പുതിയ മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നാസർ, ഖാദിർ ക്രൂയിസ് മിസൈലുകൾ, ബവാർ 5 കാമിക്കോസ് ഡ്രോൺ, അന്തർവാഹിനികൾ, ഫ്രീക്കേറ്റുകൾ, തീരദേശ ബാറ്ററികൾ എന്നിവ അടങ്ങുന്ന വലിയ രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനം തന്നെ ഈ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. സൈനികരുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ പരിശീലനവുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പറയുന്നു. എല്ലാം ഇറാൻ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് എന്ന് അഡ്മിറൽ അബ്ബാസ് അസാരി ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രതികരിച്ചു. ഈ നിർമ്മിതികളെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ്, മറ്റൊരാളുടെയും സഹായമില്ലാത്ത രീതിയിൽ തന്നെ പ്രാദേശികമായി വികസിപ്പിച്ചതാണ്, ലക്ഷ്യം കാണുന്ന തരത്തിലും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നുള്ളതും ലോകത്തിൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനത്തെ വകച്ച് മാറ്റാൻ മാത്രം ഈ പ്രബല ശക്തി ഉള്ളത് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. 2-3 പ്രതിരോധ സംവിധാനമാണ് നിലവിൽ ശക്തമായിട്ടുള്ളത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് താഡാണ്, ഒന്നിൽ ആരോ ആണ്, രണ്ടാമത്തത് ഈ അയൺ ഡോമാണ്. അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നിർമ്മിതമാണ്, മറ്റു 2 അമേരിക്കൻ നിർമ്മിതമാണ്. എന്നാൽ അവരുടെ പ്രതിരോധ സംവിധാനത്തെ കവച്ചു വെട്ടുന്ന തരത്തിലുള്ള ഹൈപ്പർസോണിക്കിന്റെ പുതിയ വെർഷൻ തങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നവർ പറയുകയും ചെയ്തു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചോ അമേരിക്കയെ സംബന്ധിച്ചോട് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ ഉടക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവരുടെ സൈനിക ബലവും ശക്തിയും പുറത്ത് കാണിക്കുന്ന തരത്തിലുള്ള ശക്തമായിരിക്കുന്ന പ്രകടനം നടത്തിയത് എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ കഴിഞ്ഞ 12-ാം തീയതി, കഴിഞ്ഞ 2-ാമത്തെ മാസം മുൻപ് 12-ാം തീയതി മുതൽ 12 ദിവസം നീണ്ടു നിന്ന ആക്രമണ അല്ലെങ്കിൽ യുദ്ധ പരമ്പര തന്നെ ഉണ്ടായി. ഈ യുദ്ധ പരമ്പരയോടനുബന്ധിച്ച് ഒരു കാര്യം ഇസ്രായേലിന് മനസ്സിലായി, ഇപ്പോഴും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ പർവ്വം തന്നെ അവരുടെ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. എല്ലാം അവർ കൃത്യമായ രീതിയിൽ പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ പരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അവർ പരീക്ഷിച്ച ഒരു മിസൈലും ലക്ഷ്യം തെറ്റിയിട്ടുമില്ല. വളരെ കൃത്യമായ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ പുതിയൊരു മിസൈൽ സംവിധാനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത്. ഞങ്ങളുടെ കൈവശത്തിൽ ഇത് ഉണ്ട് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് ലോകത്തിന് നൽകുക എന്നത് കൂടി ലക്ഷ്യമാണ്. 1404 സസ്റ്റൈനബിൾ പവർ ഡ്രിൽ എന്നാണ് ഇനി പറയുന്നത്. 1404 എന്ന് പറയുന്നത് അറബിക് ഹിജ്റ വർഷമാണ്. ഹിജ്റ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 1404 എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യുന്ന സമയത്ത് 2025 ഈ വർഷം എന്ന് കണക്കാക്കാൻ വേണ്ടി പറ്റും. അതായത് 2025 സസ്റ്റൈനബിൾ പവർ ഡ്രിൽ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് അത് വിവർത്തനം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഈ നയങ്ങളും നിലപാടുകളും, അതായത് ഈ ഇറാൻ ഇതിൻ്റെ ഇടയ്ക്ക് പല ഘട്ടത്തിലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, തങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ യുദ്ധത്തിലാണ് ഇപ്പോഴും ഉള്ളത്, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല, താൽക്കാലികമായി ആ യുദ്ധം അവസാനിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തങ്ങളുടെ സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും അടക്കം കൂട്ടക്കൊലകൾ ചെയ്യുകയും രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും പൗരനഷ്ടവും ഉണ്ടാക്കിയതിന് ശത്രു രാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേലിന് തങ്ങൾ കനത്ത രീതിയിൽ പ്രഹരം നൽകുക തന്നെ ചെയ്യും. അവരുടെ കൈവശത്തിലുള്ള പരമാവധി പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലും അതിജീവിക്കുന്ന തരത്തിലുമാണ് ഞങ്ങളുടെ എല്ലാ നിർമ്മിതികളും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ പുറത്ത് അവർ തന്നെ പറയപ്പെട്ട കാര്യമാണ്, ഞങ്ങൾക്ക് രാജ്യാന്തര തലത്തിലും ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഉണ്ട്.
രാജ്യത്തിൻ്റെ പുറത്തുണ്ട് എന്നുള്ളതാണ്. അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു. അപ്പോൾ ഏത് രാജ്യത്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇറാൻ ഉണ്ടാവില്ല. ഇറാൻ അവർക്കെതിരെ ശത്രുപക്ഷത്ത് നിന്ന് തന്നെ പോരാടുക തന്നെ ചെയ്യും. ഞങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീര്യം നശിക്കുകയോ ഇല്ലാതാക്കാനോ യൂറോപ്യന്മാർക്കോ അമേരിക്കക്കോ സാധിക്കില്ല. കാരണം കാലാകാലങ്ങൾ അവർ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനൊക്കെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇറാൻ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാലം 80-88 കാലഘട്ടത്തിൽ പരമാവധി ഇറാഖിനെ സഹായിച്ചവരാണ് ഈ അമേരിക്കയും രാജ്യങ്ങളും. എന്നിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. ഇറാനും ഇറാഖും അമേരിക്ക തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാഖിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ അമേരിക്കയെ വിശ്വസിക്കില്ല. അതിനേക്കാളും വിശ്വസിക്കാൻ പറ്റുന്നത് ശത്രുവായിരിക്കുന്ന ഇറാഖ് രാജ്യത്തെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഒരു വെടി പോലും ഇറാഖിന് നേരെ ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഞങ്ങളുടെ നിലപാടായിരുന്നു. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തുള്ള 35% മിസൈലുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. അത് വെറുതെ പൊട്ടത്തരമായിരിക്കുന്ന അവകാശമാണ് എന്ന് അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ അവകാശം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് ആ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം തകരുന്ന രീതിയിൽ തന്നെയാണ്. പരമാവധി ഇറാൻ ഒതുക്കുക എന്നുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളൊക്കെ അവർക്ക് പരാജയമായിരുന്നു. വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന് അമേരിക്കയുടെ പല സഹായങ്ങളും അവരാവശ്യപ്പെടുകയും ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക വ്യൂഹത്തെയും കപ്പലിനെയും അവിടെ വിന്യസിപ്പിച്ചത്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന സാഹചര്യ സ്ഥിതികളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ലക്ഷ്യം കാണാത്ത രീതിയിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും ഉണ്ടായതിനോടനുബന്ധിച്ചാണ് ആ രാജ്യം വിട്ടുപോകുന്ന ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ആ പ്രദേശം വിട്ടുപോകുന്ന ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കുണ്ടായത്. കരാർ വ്യവസ്ഥ പ്രകാരമാണ് അവിടുന്ന് പിന്മാറ്റം നടത്തിയത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ്. പുതിയതായിരിക്കുന്ന ഒരു സൈനിക അഭ്യാസവും സൈനിക പരിശീലനവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് ഇറാൻ നടത്താൻ കാരണം എന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടുകൾ ഒരു വിവരങ്ങളും അമേരിക്ക ഇസ്രായേൽ സംഘത്തിന് കിട്ടിയിട്ടില്ല. അത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ ആയുധ പരിശീലനം ആയുധ പരിചയപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യം നിർമ്മിക്കപ്പെട്ട ആയുധത്തിൻ്റെ ഏകദേശം 6 മുതൽ 10% മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിന് അറിയാൻ പറ്റിയത് എന്നുള്ളതാണ്. മാരകവും ഭീകരവുമായിരിക്കുന്ന പല ആയുധങ്ങളും ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തെളിഞ്ഞതാണ്. ഇസ്രായേലിൽ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ എത്രത്തോളം ശക്തിയുള്ളതാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പഠനം പൂർത്തിയായിട്ടില്ല എന്നുകൂടി നമുക്കിതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.